പ്രൈസ് ദി ലോർഡ്. മഹാദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി ഒരുക്കുക എന്ന ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവം നൽകുന്ന ഈ മഹാനിയോഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്തിലെ സങ്കീർത്തന പുസ്തകങ്ങളിലെ ഏറ്റവും വലിയ അധ്യായമായ 119 സങ്കീർത്തനത്തിൽ നിന്നാണ്. 176 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തെ എബ്രായ അക്ഷരമാലയിലെ 22 അക്ഷരങ്ങളാൽ 8 വാക്യങ്ങൾ വീതമുള്ള 22 ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പഠിക്കുവാനിടയായി തീരും. ഒരു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും മുത്തുമണികൾ പോലെ കോർത്തിണക്കിയ ഒരു പവിഴമാലയായിട്ടാണ് ഈ സങ്കീർത്തനത്തെ വേദപഠിതാക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒരു വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തരം, ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, വചനത്താലുള്ള കഴുകൽ, വചനത്താലുള്ള വിശുദ്ധീകരണം, വചനത്താലുള്ള ഒരുക്കം, ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളിലും നമുക്ക് കാണുവാനിടയായി തീർന്നതുകൊണ്ട് വാക്യപ്രതി വാക്യമായിട്ടുള്ളൊരു പഠനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് കൊടുത്തിട്ടുള്ള 10 പര്യായ പദങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനിടയായിത്തീരും. മുമ്പോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ന്യായപ്രമാണം, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ, സാക്ഷ്യങ്ങൾ, വിധികൾ, സത്യം, വചനം, വഴികൾ, നീതി എന്നൊക്കെയുള്ള പദങ്ങൾ കാണുമ്പോൾ ഇത് വചനത്തിന് കൊടുത്തിട്ടുള്ള മറുപേരുകളാണ്, അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗികളുടെ പ്രഭുവായ ചാൾസ് സ്പർജൻ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ധാരാളം സ്വർണ്ണ ആപ്പിളുകൾ നിറഞ്ഞ ഒരു പവിഴ ദ്വീപാണ് 119 സങ്കീർത്തനം എന്നാണ്. മാർട്ടിൻ ലൂതർ ഒരിക്കൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ലോകം മുഴുവൻ തന്നാലും 119 സങ്കീർത്തനത്തിൻ്റെ ഒരു പേജിന് തുല്യമാകുകയില്ല, പകരമാകുകയില്ല എന്നാണ്. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈല് എങ്ങനെ ക്രമീകരിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. നടപ്പിൽ നിഷ്കളങ്കരാകുക അല്ലെങ്കിൽ നിഷ്കളങ്കത എന്നതിന് ഇംഗ്ലീഷിൽ അൺഡിഫൈൽഡ് എന്നുള്ള പദമാണ് കിങ് ജെയിംസ് വേർഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കളങ്കമറ്റത്, കറയറ്റത്, മലിനപ്പെടാത്തത്, ശുദ്ധമായത്, ഊനമില്ലാത്തത് എന്നൊക്കെയാണ്. ഭാഗ്യവാന്മാർ എന്ന് നാം മലയാളത്തിൽ വായിക്കുമ്പോൾ ആംഗലേയ ഭാഷയിൽ ബ്ലസ്സഡ് എന്നുള്ള പദമാണ് കൊടുത്തിട്ടുള്ളത്. അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താണ്? ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ, ഉന്നതിയിലെത്തുവാൻ മനുഷ്യൻ വ്യഗ്രത കൊള്ളുന്നൊരു കാലമാണ്. എന്നാൽ എങ്ങനെ ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും? ആരാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ? ഇത്യാദി വിഷയങ്ങളൊക്കെ നമുക്ക് ഈ തിരുവെഴുത്തിൽ കാണുവാനിടയായിത്തീരും. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരാകുക. അപ്പോൾ വചനം അനുസരിക്കാനുള്ളതാണ്. കാരണം അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി, അതിന് യാതൊരു ഷോർട്ട് കട്ടുകളുമില്ല, കുറുക്ക് വഴികളില്ല. അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി നടപ്പിൽ നിഷ്കളങ്കരാകുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കൽ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി കൽദയ പട്ടണമാകുന്ന ഊരിൽ വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ വിളി
ദൈവം വിളിച്ച അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം നമുക്ക് കാണുവാനിടയായിത്തീരും. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയൊക്കെ വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ വിളിച്ചിറക്കുമ്പോൾ ആ വിളിക്കകത്ത് 7 അതിമഹത്തായ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ 7 അനുഗ്രഹങ്ങൾ ആ പാക്കേജിനകത്ത് വെച്ചാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ വാഗ്ദത്തം, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നുള്ളതാണ്. ഒരു വലിയ ജാതിയുടെ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അബ്രഹാമിലൂടെ ഒരു വലിയ ജാതിയെ ഉളവാക്കുവാനുള്ള ഒരു മഹത്തായ മർമ്മത്തിലൂടെ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. എന്നാൽ 17-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ്. നീ എന്ത് ചെയ്യണം? എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എൻ്റെ സർവശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നിന്നെ നടത്തുവാൻ അല്ലെങ്കിൽ നിന്നെ അനുഗ്രഹിപ്പാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോടത് പറയാൻ കാരണം? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ മഹാദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്തത്തിന് വേണ്ടി കുറേ നാൾ കാത്തിരുന്ന്, എന്നാൽ ഒരു തലമുറയെപ്പോലും, ഒരു ജാതി പോയിട്ട് ഒരു തലമുറയെ പോലും കാണാൻ കഴിയാത്ത ഒരു ഡിലേ മാനുഷികമാകുന്ന ചിന്തയിൽ അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടായപ്പോൾ സാറായുടെ ഉപദേശം കേട്ട് മിസ്രൈമിയ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കലേക്ക് പോവുകയും ഹാഗാറിലൂടെ ഇസ്മായേൽ ജനിക്കുകയും അത് നിമിത്തമുള്ള കുടുംബ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തതിന് ശേഷം 17-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഈ പോക്ക് പോയാൽ ഞാൻ സർവശക്തനാണെന്ന് നിന്റെ ജീവിതത്തിൽ എനിക്ക് വെളിപ്പെടുത്തി നിന്നെ മുൻപോട്ട് നടത്താൻ കഴിയുകയില്ല. നിന്റെ ജീവിതത്തിൻ്റെ നൈർമല്യത, നിന്റെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എവിടെയൊക്കെയോ കളങ്കം ചാർത്തി, എവിടെയൊക്കെയോ കറ പുരണ്ടു, എവിടെയൊക്കെയോ നിന്റെ ജീവിത വസ്ത്രത്തിൽ കറപറ്റി. നിന്നെ എനിക്ക് മുമ്പോട്ട് നടത്തണമെങ്കിൽ, നിന്റെ മേലുള്ള നിയോഗങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നിറവേറ്റണമെങ്കിൽ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ, നിന്നിലൂടെ ഒരു വലിയ ജാതിയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, നിന്നെ ദൈവത്തിൻ്റെ സ്നേഹിതനായും വിശ്വാസികളുടെ പിതാവാക്കിയും എനിക്ക് തീർക്കണമെങ്കിൽ, ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും സന്തതിയെ തരാമെന്നുള്ള എൻ്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 1000-10,000 ആടുമാടുകളെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കാനല്ല, പിന്നെയോ നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്നുള്ള ഒരു പ്രത്യേക ദൂത് ദൈവം നേരിട്ടിറങ്ങി വന്ന് അബ്രഹാമിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഉപായിയായ സാത്താൻ്റെ തന്ത്രം എന്നുള്ളത്. എന്നാൽ ശുദ്ധവും നിഷ്കളങ്കയുമായ നൈർമല്യതയുള്ള കറയും ചുളുക്കവുമില്ലാത്ത ഒരു മണവാട്ടിയെ ചേർക്കാനാണ് മണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്ന മണവാളനായ ക്രിസ്തുവിന് നിഷ്കളങ്കയായ ഒരു കന്യകയാണ് ആവശ്യം, ഒരു മണവാട്ടിയെയാണ് ആവശ്യം. ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന തടസ്സമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ നിയോഗങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും ജീവിതത്തിൽ പൂർത്തീകരിക്കുന്ന തടസ്സമായിട്ടുള്ള എല്ലാ കളങ്കമായ അനുഭവങ്ങളെയും മാറ്റി നിഷ്കളങ്കതയിലൂടെ ജീവിതം നയിക്കുവാൻ
പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഈ വചനം കേൾക്കുന്നവരോട് ദൈവാത്മാവിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ള സന്ദേശം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തകളുണ്ട്. അത് ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയ വിളിയിൽ ആ പാക്കേജിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ അത് നിറവേറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി നടത്തുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ പാപങ്ങളെയും എല്ലാ അശുദ്ധികളെയും നീക്കി ഒരു നിഷ്കളങ്ക കന്യകയായി യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായി വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.